സ്നേഹപ്പെട്ട എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. എൻ്റെ ആത്മാവിനെ വിശ്വസിച്ചുകൊണ്ട് നിറങ്ങുന്നത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. സങ്കീർത്തനം 40:5 വാക്യം. വിലാപത്തിൽ നിന്നിരുന്ന പ്രത്യാശയുടെ മാതൃക ബൈബിളിലെ വിലാപത്തെ സങ്കീർത്തനങ്ങളും കാണാം. അതുപോലെ സങ്കീർത്തനം 43 ആരംഭിക്കുക തന്നെ ആക്രമിക്കപ്പെട്ട ശത്രുക്കളെക്കുറിച്ച് തന്നെ മറന്നായി തോന്നുന്ന തൻ്റെ ദൈവത്തെക്കുറിച്ചും നിലവിളിച്ചുകൊണ്ടായിരുന്നു. എന്നാൽ ഗായകൻ തൻ്റെ വിലാപത്തിൽ തുടരുന്നില്ല. തനിക്ക് പൂർണ്ണമായി മനസ്സിലാകാത്തതും എന്നാൽ താൻ ആശ്രയിക്കുന്നതുമായ ദൈവത്തെ നോക്കി അവൻ പാടുന്നു. എൻ്റെ ആത്മാവിനെ വിശ്വസിച്ചുകൊണ്ട് നിറങ്ങുന്നത് ദൈവത്തെ പ്രത്യാശ വയ്ക്കുക. അവൻ എൻ്റെ മുഖപ്രകാശം എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. വിലാപത്തിനുള്ള കാരണങ്ങൾ ജീവിതം നിറഞ്ഞിരിക്കുന്നു. നാം എല്ലാവരും അവ പതിവായി അനുഭവിക്കുന്നു. പക്ഷേ ആ വിലാപം നമ്മെ പ്രത്യാശയുടെ ദൈവത്തിലേക്ക് ചൂണ്ടിക്കാണിപ്പാൻ അനുഭവിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ പാടാൻ കഴിയും. നമ്മുടെ കണ്ണുനീരിലൂടെ നാം അത് പാടുന്നില്ലെങ്കിലും. ഈ നിമിഷത്തിൽ നിങ്ങൾ എന്ത് ആശങ്കയാണ് അനുഭവിക്കുന്നത്? തിരുവഴുത്തുകളുടെ സാക്ഷ്യത്തിൽ നിന്ന് ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് നിങ്ങൾ എങ്ങനെ പ്രത്യാശ നൽകാൻ കഴിയും? പ്രാർത്ഥിക്കാം. ജീവിതഭാരങ്ങളെ ഞാൻ മല്ലിടുമ്പോൾ പിതാവെ, ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. എൻ്റെ സഹായം ആകാശത്തിൻ്റെ ഭൂമിയുടെ സൃഷ്ടാവിൽ നിന്ന് ഉയർത്തി നിന്നാണ് വരുന്നതെന്ന് എന്നെ ഓർമ്മിപ്പിക്കണമേ. താങ്ക് ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങളെ നിരക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.